ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. അസ്സലാമു അലൈക്കും. പ്രിയരെ, ഫലസ്തീൻ ഒരു രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പസമയം നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു രാഷ്ട്രം വെറും ഭൂപടത്തിലെ വരകളല്ല, അതവരുടെ സ്വപ്നവും ശ്വാസവും സംസ്കാരവും വിശ്വാസവുമാണ്. ചരിത്രം നമ്മോട് പറയുന്നുണ്ട്, അധിനിവേശവും യുദ്ധവും സാമ്രാജ്യത്വവും പല രാഷ്ട്രങ്ങളെയും ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കാത്തത് അവരുടെ സാംസ്കാരികതയെയും പൈതൃകത്തെയും വിശ്വാസത്തെയുമാണ്. 1917 ബാൽഫർ പ്രഖ്യാപനം ഫലസ്തീന്റെ കരളിൽ കുത്തിയ കത്തിയായിരുന്നു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിതമാകുമ്പോൾ ലക്ഷക്കണക്കിന് ഫലസ്തീനികളാണ് ലോകത്തിന്റെ നാഗരിക തെരുവുകളിലൂടെ ലോകത്തിന്റെ വാതിൽ മുട്ടി നടന്നത്. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിതമായ വർഷം 7 ലക്ഷം അറബികളെയാണ് പിറന്ന മണ്ണിൽ നിന്ന് പിഴുതെറിയപ്പെട്ടത്. 1922 സെൻസസ് അനുസരിച്ച് 3/4 ലക്ഷം ഇസ്രായേലുകാരാണ് ഫലസ്തീൻ ഉണ്ടായിരുന്നത്. എന്നാൽ 25 വർഷങ്ങൾക്കു ശേഷം അത് 11% നിന്ന് 25% ഉയരുകയാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായതോടുകൂടി ജൂത കുടിയേറ്റം അതിശക്തമായി ഉയരുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് ഫലസ്തീനെ നിയന്ത്രിക്കാൻ സാധിക്കുമില്ലെന്ന് പറഞ്ഞെങ്കിലും അത് ഇസ്രായേലുകാർക്ക് അവരുടെ സ്വന്തം രാജ്യം സ്ഥാപിക്കാനുള്ള സ്വപ്നമണിയിക്കാൻ അവർ 1940 കാലഘട്ടങ്ങളിൽ പാശ്ചാത്തലമൊരുക്കി കൊടുത്തു. ഇസ്രായേലിന്റെ ഭൂവിസ്തൃതി കൂട്ടുവാനേ യുദ്ധം പ്രയോജനപ്പെടുകയുള്ളൂ. ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നൽ അർള ലില്ലാഹി യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഭൂമി അള്ളാഹുവിൻ്റെതാണ്, അത് അവന്റെ ഇഷ്ടമുള്ള ദാസന്മാർക്ക് അവകാശം നൽകും. എന്നാൽ അവസാന വിജയം ആഖിബത്തുള്ള മുത്തഖീങ്ങൾക്കായിരിക്കുമെന്ന്. അതായത് UN വിഭാവന ചെയ്തതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിന്റെ കയ്യിൽ എത്തുകയാണ് ചെയ്തത്. അതായത് അറബികൾക്ക് നൽകിയതിന്റെ പകുതിയും, അതായത് 50% ഇസ്രായേലുകാർ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. 1948 യുദ്ധത്തിന്റെ ക്രൂരമുഖം അനാമൃതമായ ഫലസ്തീനികളെ സ്വന്തം ജന്മഗ്രഹങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്ന നിഷ്ഠൂരതക്ക് തുടക്കമിട്ടപ്പോഴാണ് 1947 10 ലക്ഷം അറബികൾ വസിച്ചിരുന്ന ഫലസ്തീനിൽ 1949 1.5 ലക്ഷമായി ചുരുങ്ങിയത്. എവിടെയാ 8.5 ലക്ഷം ഫലസ്തീനികൾ? അപ്പോഴേക്കും ഫലസ്തീനികളെ ആട്ടിയോടിച്ചിരുന്നു. ഗസയുടെ ഇന്നത്തെ അവസ്ഥ ഓരോരുത്തരെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവോരങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്ക് ഇരയാവുന്നത്. മൃതിയടയുന്നവരുടെ അക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ ആർത്തനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലംപരിശമായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി കേന്ദ്രങ്ങളിലെത്തി നരകതുല്യമായി ജീവിതം വഹിക്കുന്നവർ, അറിവും മരുന്നും മുറിവിനുള്ള മരുന്നും നഷ്ടപ്പെട്ടവർ, തെരുവിൽ അലയുന്ന എത്രയോ ബാല്യ കൗമാരങ്ങൾ. അന്ന് മുതൽ ഫലസ്തീനികൾ അനുഭവിക്കാൻ തുടങ്ങിയ യാതനകളും വേദനകളും ഇന്ന് ചരിത്രത്തിന്റെ കണ്ണുനീർ പുരണ്ട അധ്യായങ്ങളാണ്. ഫലസ്തീൻ വെറും ഒരു രാഷ്ട്രമല്ല, അത് മണ്ണാണ്. ആ മണ്ണിനെ ആർക്കും നശിപ്പിച്ച് കളയാൻ കഴിയില്ല, ആ ചരിത്രത്തെയും ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് മെഹ്മൂദ് ദർവീഷ് ഫലസ്തീനിന്റെ കവി നമ്മോട് പറയുന്നുണ്ട്. ഫലസ്തീന്റെ പോരാട്ടം ഒരു ദേശത്തിന്റെ, ഒരു ജനതയുടെ പോരാട്ടം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ പോരാട്ടമാണ് ഫലസ്തീനിന്റെ പോരാട്ടം. ഫലസ്തീൻ വെറും മണ്ണല്ല, ഫലസ്തീൻ മസ്ജിദുൽ അഖ്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദം പതിഞ്ഞ മണ്ണാണ് ഫലസ്തീൻ. അല്ലാഹു തആല അനുഗ്രഹിച്ച മണ്ണാണ് ഫലസ്തീൻ. അതാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ജനഹൃദയം എന്ന് ഫലസ്തീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫലസ്തീൻ ഒരു രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയാൻ. കാരണം മെഹ്മൂദ് ദർവീഷി പറയുന്നുണ്ട്, ദ മെറ്റഫർ ഫോർ ദ പലസ്തീൻ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ റിയാലിറ്റി. ഫലസ്തീന്റെ രൂപകൽപ്പന യഥാർത്ഥത്തിലുള്ള ഫലസ്തീനേക്കാൾ എത്രയോ ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.